തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ UDFന് തലവേദനയാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. രാഹുലിനെതിരെ ഉയർന്നു വന്ന ലൈംഗികാരോപണങ്ങൾ ഒന്നടങ്ങി MLA പൊതുവേദികളിലൊക്കെ സജീവമായി തുടങ്ങിയതോടെ വീണ്ടും എട്ടിന്റെ പണിയുമായി രാഹുലുമായുള്ള സംഭാഷണങ്ങളും ചാറ്റുകളും പുറത്തുവിട്ട് യുവതി രംഗത്ത് വന്നു. ഇതോടെയാണ് UDF നേതൃത്വം വീണ്ടും കടുത്ത പ്രതിസന്ധിയിലായത്. രാഹുലിനെതിരായ ആരോപണങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് രമേശ് ചെന്നിത്തലയും VD സതീശനും മുരളീധരനുമൊക്കെ ഉയർത്തിയത്. എന്നാൽ രാഹുലിനെ പരസ്യമായി പിന്തുണച്ച് K സുധാകരൻ രംഗത്തെത്തിയതോടെ പാർട്ടിക്കുള്ളിൽ വിഷയത്തിൽ ചേരിതിരിവ് രൂക്ഷമായി. അതേസമയം ആരോപണമുന്നയിച്ച യുവതി രേഖാമൂലം പരാതി നൽകിയാൽ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെയും പോലീസിന്റെയും തീരുമാനം. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് യുവതി പരാതി നൽകുമെന്നാണ് വിവരം. നേതൃത്വം പുറത്താക്കിയെന്ന് പറയുമ്പോഴും UDF സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമാണ്. രാഹുൽ വിഷയം തിരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ ചർച്ചയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് LDFും BJPയും. രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്നും താൻ അദ്ദേഹത്തെ അവിശ്വസിക്കുന്നില്ലെന്നുമാണ് ഇന്നലെ K സുധാകരൻ പ്രതികരിച്ചത്. രാഹുൽ കോൺഗ്രസിൽ സജീവമായി രംഗത്ത് വരണമെന്നും K സുധാകരൻ പറഞ്ഞു. അദ്ദേഹത്തെ വെറുതെ അപമാനിക്കാൻ വേണ്ടി CPIMും BJPക്കാരും നടത്തുന്ന ഒരു ശ്രമമാണ് ഇതിന്റെ പിന്നിൽ. ഒരു സത്യാവസ്ഥയും അതിന് ഇല്ലെന്നും രാഹുൽ തീർത്തും നിരപരാധിയാണെന്നുമാണ് K സുധാകരന്റെ വാദം. രാഹുലിന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ലെന്നും K സുധാകരൻ പറഞ്ഞു. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഹുലിന്റെ വിഷയം UDFനുള്ളിൽ വലിയ കോളിളക്കങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സർക്കാരിനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം രൂക്ഷമായി ഉന്നയിക്കുമ്പോൾ UDFനെ താറടിക്കാനുള്ള LDFന്റെയും BJPയുടെയും ആയുധമായി രാഹുൽ മാറിയിരിക്കുകയാണ്.